സുപ്രീം കോടതിയുടെ നിർണായക വിധി ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. 75ാമത് നാറ്റോ ഉച്ചകോടിക്ക് വാഷിംഗ്ടൺ DC-യിൽ തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ യുക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതേസമയം റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലെത്തി. ഇതിന്റെ വിവരങ്ങളും അനുപ്രിയ രാജ് നൽകുന്നുണ്ട്. അനുപ്രിയ, 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിലാണ് യുക്രൈന്റെ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, 3 ദിവസം നീണ്ടു നിൽക്കുന്ന നാറ്റോ ഉച്ചകോടിക്കാണ് ഇന്ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ തുടക്കമായിരിക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി വളരെ ഊർജ്ജസ്വലനായും ശക്തിയേറിയ ഭാഷയിലുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗരാജ്യങ്ങളെ സ്വാഗതം കൊണ്ട് പ്രസംഗിച്ചിരിക്കുന്നത്. അതായത് പ്രധാനമായും ജോ ബൈഡൻ പറഞ്ഞത് ഇപ്പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് റഷ്യയ്ക്കൊരു സ്വേച്ഛാധിപത്യ രീതിയാണ് സ്വഭാവമാണുള്ളത്. ചില സ്വേച്ഛാധിപത്യ രാജ്യങ്ങൾ നിലവിലുള്ള ലോകക്രമത്തെ തകിടം മറിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നത്. അതിന് നമ്മൾ ഏത് വിധേനയും നമ്മൾ തടയണം എന്ന് ജോ ബൈഡൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ജോ ബൈഡൻ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. യുക്രൈൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നതോടെ യുദ്ധം അവസാനിക്കുമെന്നും യുദ്ധത്തിൽ റഷ്യ ഉറപ്പായും പരാജയപ്പെടുമെന്നും വലിയൊരു വിജയം തന്നെ യുക്രൈന് ഉണ്ടാകുമെന്നും ജോ ബൈഡൻ തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു. സാധാരണയായി വളരെ ക്ഷീണിതനായിട്ടാണ് തൻ്റെ പ്രസംഗത്തിലുടനീളം ജോ ബൈഡനെ കാണപ്പെട്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഡിബേറ്റിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ജോ ബൈഡൻ്റെത് എന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിമർശനമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് വളരെ ഊർജ്ജസ്വലനായും ശക്തിയേറിയ ഭാഷയിലുമാണ് ഇന്ന് അംഗരാജ്യങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉച്ചകോടിയിൽ ജോ ബൈഡൻ പ്രസംഗിച്ചത്. ഇതിനകത്ത് മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് ഉക്രൈനുള്ള കൂടുതൽ പിന്തുണയാണ് ഈ ഉച്ചകോടിയിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. നാറ്റോയുടെ സഖ്യമല്ലാഞ്ഞിട്ട് കൂടി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഇന്ന് ഉച്ചകോടി നടക്കുന്ന വാഷിംഗ്ടൺ DC-യിൽ എത്തിയിട്ടുണ്ട്. നാളെ സെലൻസ്കിയുമായി ജോ ബൈഡൻ കൂടിക്കാഴ്ച നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതു വിധേനയും നാറ്റോയുടെ ഭാഗമാകുക, യുക്രൈനെ നാറ്റോയുടെ ഭാഗമാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. കഴിഞ്ഞ പ്രാവശ്യം ഈ നാറ്റോ സമ്മിറ്റോടനുബന്ധിച്ച് യുക്രൈന് ക്ലസ്റ്റർ ബോംബുകൾ അമേരിക്ക നൽകിയിട്ടുണ്ടായിരുന്നു. നിരോധിക്കപ്പെട്ട ക്ലസ്റ്റർ ബോംബുകൾ യുക്രൈന് നൽകിയതിനെ തുടർന്ന് റഷ്യ അമേരിക്കയുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇത്രത്തോളം നിരോധിക്കപ്പെട്ട മാരകമായ ക്ലസ്റ്റർ ബോംബുകൾ യുക്രൈന് നൽകിയത് ശരിയായില്ല എന്ന് ബ്രിട്ടനും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത്തവണത്തെ നാറ്റോ ഉച്ചകോടി 75ാമത് നാറ്റോ ഉച്ചകോടി പ്രസക്തമാകുന്നത് യുക്രൈന് നാറ്റോയിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിന്, അതായത് അനുപ്രിയ, റഷ്യൻ സന്ദർശനത്തിന് ശേഷം നരേന്ദ്രമോദി ഇപ്പോൾ ഓസ്ട്രിയയിൽ എത്തിയിരിക്കുന്നു. നമുക്കറിയാം, റഷ്യൻ സന്ദർശനം വലിയ രീതിയിലുള്ള കോളിളക്കം തന്നെ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. അതായത് യുക്രൈനും അമേരിക്ക അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഓസ്ട്രിയയിൽ എത്തുമ്പോൾ, അതായത് ഈ പ്രധാനമന്ത്രി 40 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി ഓസ്ട്രിയയിൽ എത്തുന്നുള്ളത് ഒരു കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ചർച്ച നടക്കുക? എങ്ങനെയൊക്കെയാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങൾ? ഒരു ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഓസ്ട്രിയയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ ശ്രുതി പറഞ്ഞ പോലെ തന്നെ 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. നേരത്തെ 1983-ൽ ഇന്ദിരാഗാന്ധിയായിരുന്നു ഓസ്ട്രിയയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയും. റഷ്യൻ സന്ദർശനത്തെ തുടർന്നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലെത്തിയത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിന് തൊട്ട് തലേ ദിവസം റഷ്യ യുക്രൈനിലെ ഒരു വിദ്യാലയത്തിൽ ബോംബിടുകയും നിരവധി കുട്ടികൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനത്തിൻ്റെ ഭാഗമായി യുദ്ധത്തെക്കുറിച്ച് വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചു. നിരപരാധികളായിട്ടുള്ള കുട്ടികൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് വളരെ വേദനാജനകമാണെന്ന് നരേന്ദ്രമോദി തന്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി പുടിനോട് പറയുകയുണ്ടായി. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സംഭവിച്ചു. 3ാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അഭിനന്ദിച്ചു. മാത്രമല്ല, റഷ്യയുടെ ഉയർന്ന ദേശീയ ബഹുമതി നരേന്ദ്രമോദിക്ക് അദ്ദേഹം നൽകുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി നരേന്ദ്രമോദിയുടെ
റഷ്യൻ സന്ദർശനത്തെ വളരെ നിശ്ചിതമായ രീതിയിലായിരുന്നു വിമർശിച്ചത്. പക്ഷേ അത്തരമൊരു വിമർശനം വളരെ സ്വാഭാവികമാണെന്നാണ് ഇന്ത്യയിലെ വിദേശ വിദഗ്ധർ പറയുന്നത്. കാരണം സെലൻസ്കിയുടെ വിമർശനം നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചല്ല, അത് റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഉദ്ദേശിച്ചാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സെലൻസ്കി പറഞ്ഞത് പ്രധാനമായും ഇപ്രകാരമുള്ളൊരു കാര്യമാണ് സെലൻസ്കി പറഞ്ഞത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം ഒരു യുദ്ധ കുറ്റവാളിയെ ആലിംഗനം ചെയ്തത് നിലവിലുള്ള സമാധാന ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണെന്നായിരുന്നു സെലൻസ്കി കുറ്റപ്പെടുത്തിയത്. പക്ഷേ ഈ ഒരു കുറ്റപ്പെടുത്തൽ അത് ഇന്ത്യ ഉദ്ദേശിച്ചല്ല, റഷ്യൻ പ്രസിഡന്റ് പുടിനെ ഉദ്ദേശിച്ചുള്ള ാണെന്നാണ് ഇപ്പോൾ വിദേശ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും ഇന്ത്യ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ അങ്ങനെ ഇന്ത്യക്ക് ഒറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. നിലവിലെ ലോകക്രമത്തിൽ അമേരിക്കയാണ് ഒരു വലിയൊരു ശക്തിയായി കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയുടെ ആ മേധാവിത്വത്തെ ചൈനയും റഷ്യയും എതിർക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ മേധാവിത്വം നിലനിർത്തണമെങ്കിൽ ഇന്ത്യയുടെ പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ റഷ്യൻ സന്ദർശനത്തെ അമേരിക്ക വിലക്കിയെങ്കിലും അമേരിക്കയ്ക്ക് ഇന്ത്യ അങ്ങനെ ഒഴിച്ചു നിർത്താനോ ഒറ്റപ്പെടുത്തി നിർത്താനോ സാധിക്കുകയില്ല. കാരണം ഇന്ത്യയുടെ പിന്തുണ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ലോകക്രമത്തിൽ തൻ്റെ മേധാവിത്വം ഉറപ്പിക്കാനായി ഇന്ത്യയുടെ പിന്തുണ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വിലക്ക് ലംഘിച്ച് ഇന്ത്യ റഷ്യൻ സന്ദർശനം നടത്തിയാലും അത് ഇന്ത്യയെ ബാധിക്കുകയില്ല എന്ന് ഇന്ത്യക്ക് നല്ല വ്യക്തമായി അറിയാം. ശ്രുതി, വ്യക്തമാണ്. എന്തായാലും നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. 40 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നിർണായകമാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 39 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ വാർത്തകൾ നോക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം